എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു സ്വീറ്റ് റെസിപ്പിയാണ് ചെയ്തെടുക്കുന്നത്. കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റ് റെസിപ്പി ആയിരിക്കും. പിന്നെ നമുക്ക് റമദാൻ്റെ നോമ്പ് സമയത്തൊക്കെ സ്റ്റാർട്ടറായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാലൊന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത്. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഈ സ്വീറ്റ് റെസിപ്പി ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് ഫ്രൈ ചെയ്യണം. അതിനായിട്ട് സ്റ്റവ് ഓണാക്കി ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് ഒരു 10-12 അണ്ടിപ്പരിപ്പ് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അപ്പോൾ അതൊരു ഗോൾഡൻ കളറായിട്ട് വരുന്നവരൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റാം. അപ്പോൾ അത് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. ഇനി സെയിം നെയ്യിലേക്ക് തന്നെ ഞാൻ കുറച്ച് റൈസിൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ കറുത്ത മുന്തിരിയാണെന്നുണ്ടെങ്കിൽ അത് ചേർത്താലും മതി. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതും ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ഒരു 3-4 കൈപ്പിടി തേങ്ങ ചെറുകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റാം കേട്ടോ. അപ്പോൾ ഇതും ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ചെറുതായിട്ടൊന്ന് ഗോൾഡൻ കളറായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ഈ പാനിൽ നിന്ന് വീണ്ടും മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ പാനൊന്ന് തുടച്ചെടുക്കാം. അതിലേക്ക് വീണ്ടും ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ നെയ്യൊന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് ഞാനിവിടെ ഒരു 2 ഏത്തപ്പഴം, നല്ല പഴുത്ത ഏത്തപ്പഴമായിരുന്നു, അതൊന്ന് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ തിക്നെസ്സൊക്കെ ഈ ഒരു പാകത്തിനേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ വലിപ്പമൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ടൊക്കെ മാറ്റാം. പക്ഷേ ഈ ഒരു വലിപ്പമായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ നെയ്യൊന്ന് മെൽട്ടായിട്ട് വരുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഏത്തപ്പഴത്തിനകത്തേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് നന്നായിട്ട് മുരിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ പാകം പോലെ ചെയ്തെടുക്കുക. അപ്പോൾ അതൊരു സൈഡായിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ 2 സൈഡുകൾ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ഈ പാനിൽ നിന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മളെല്ലാവരും വറുത്ത് മാറ്റിയിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാനൊരു വാഴയില ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പഴം ആദ്യം ഒന്ന് വെച്ച് കൊടുക്കാം. അതിൻ്റെ മേലേക്ക് നിങ്ങൾക്ക് ഏതാണോ താല്പര്യം അത് ഒന്ന് വിതറി കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിനകത്തേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങ അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മേലേക്ക് കുറച്ചും കൂടി പഞ്ചസാര നന്നായിട്ട് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ കുറച്ചും കൂടി പഞ്ചസാരയൊക്കെ ആകുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും കഴിക്കാൻ, സ്വീറ്റ് ആയതുകൊണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ താല്പര്യം പോലെ ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയുള്ളൂ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് റെസിപ്പി. അപ്പോൾ നിങ്ങൾക്ക് റമദാൻ്റെ നോമ്പ് സമയത്തൊക്കെ ഇത് സ്റ്റാർട്ടറായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാലൊന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്